പ്രതിരോധ മേഖല 2025 ഇന്ത്യൻ നിക്ഷേപ രംഗത്ത് ശ്രദ്ധ നേടുന്ന പ്രധാന മേഖലയായി മാറുകയാണ്. ആഭ്യന്തര ഉൽപ്പാദനത്തിന് ഊന്നൽ നൽകുന്ന സർക്കാർ നയങ്ങൾ, ശക്തമായ ഓർഡർ ബുക്കുകളും മെച്ചപ്പെട്ട സാമ്പത്തിക പ്രകടനവും സാങ്കേതിക ഗവേഷണ വികസനത്തിൽ DRDOയുടെ പിന്തുണയും ഉൾപ്പെടെ നിരവധി ഘടകങ്ങൾ പ്രതിരോധ ഓഹരികളുടെ ദീർഘകാല വളർച്ചയ്ക്ക് അടിവരയിടുന്നു. മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾ പ്രാദേശികവൽക്കരണത്തിന് പ്രചോദനം നൽകുകയും പ്രധാന കമ്പനികൾക്ക് തന്ത്രപരമായ നേട്ടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ആഗോളതലത്തിൽ ഭാരതത്തിന്റെ സുരക്ഷാശേഷി ഉയർത്തുന്നതിനൊപ്പം നിക്ഷേപകരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ഈ മേഖല ശക്തമായ വഴികാട്ടിയാകുന്നു. 2025 നേട്ടമുണ്ടാക്കുന്ന ഡിഫൻസ് സെക്ടറിലെ പ്രധാന സ്റ്റോക്കുകൾ നോക്കാം. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ്. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ഒരു ഇന്ത്യൻ പൊതുമേഖലാ എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ് കമ്പനിയാണ്. ആസ്ഥാനം ബംഗളൂരു ആണ്. 1940 ഡിസംബർ 23 സ്ഥാപിതമായ HAL ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ ബഹിരാകാശ പ്രതിരോധ നിർമ്മാതാക്കളിൽ ഒന്നാണ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രതിരോധ മന്ത്രാലയം മുഖേന ഇന്ത്യൻ പ്രസിഡന്റ് നിയമിച്ച ഒരു ബോർഡ് ഓഫ് ഡയറക്ടർമാരാണ് HAL നിയന്ത്രിക്കുന്നത്. 2024 കമ്പനിക്ക് മഹാരത്ന പദവി ലഭിച്ചു. നിലവിൽ ഫൈറ്റർ ജെറ്റുകൾ, ഹെലികോപ്റ്ററുകൾ, ജെറ്റ് എഞ്ചിൻ, മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിൻ, ഏവിയോണിക്സ്, ഹാർഡ്വെയർ വികസനം, സ്പെയർ സപ്ലൈ, ഓവർഹോളിംഗ്, ഇന്ത്യൻ സൈനിക വിമാനങ്ങളുടെ നവീകരണം എന്നിവയുടെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും HAL ഏർപ്പെട്ടിരിക്കുന്നു. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 71.64%, FII 11.85%, DII 8.37%, പബ്ലിക് 8.13%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 7594, ഏർണിംഗ് പെർ ഷെയർ 113.95, റേഷ്യോസ് 26.15. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് 2024-25 സാമ്പത്തിക വർഷത്തിലെ ക്വാർട്ടർ ടു ശക്തമായ സാമ്പത്തിക ഫലങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അറ്റാദായം പ്രതിവർഷം 22% വർദ്ധിച്ച് 1510 കോടി രൂപയായി. മുൻവർഷം ഇതേ പാദത്തിലെ 1237 കോടി രൂപയായിരുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിലെ 5636 കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം 6% ഉയർന്ന് 5976 കോടി രൂപയായി. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 26,000 കോടി രൂപയുടെ സുപ്രധാന എഞ്ചിൻ നിർമ്മാണ കരാർ ഉൾപ്പെടെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രതിരോധ വിമാനങ്ങളുടെ ശക്തമായ ഡിമാൻഡാണ് ഈ വളർച്ചയ്ക്ക് കാരണം. മൊത്തത്തിൽ HALന്റെ ക്വാർട്ടർ ടു പ്രകടനം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ അതിന്റെ നിർണായക പങ്കിനെ അടിവരയിടുന്നു. കൂടാതെ തദ്ദേശീയ പ്രതിരോധ നിർമ്മാണത്തിനുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യം മുതലെടുക്കാനുള്ള അതിന്റെ ശേഷിയും അടിവരയിടുന്നു. പ്രധാന വളർച്ചാ ഡ്രൈവുകൾ. ശക്തമായ ഓർഡർ ബുക്കും ഡിമാൻഡും. പ്രതിരോധ നവീകരണ പരിപാടികളും ശക്തമായ സർക്കാർ പിന്തുണയും ഉള്ളതിനാൽ വൻതോതിലുള്ള അവസരങ്ങൾ, പ്രത്യേകിച്ച് യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ആളില്ലാ വ്യോമ സംവിധാനങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിൽ HAL പ്രവർത്തിക്കുന്നു. MRO സെഗ്മെന്റ് വളർച്ച. വളരുന്നാഭ്യന്തരത്തിനും ഇന്ത്യനുമുള്ള MRO സേവനങ്ങൾ. നൂതനമായ നിർമ്മാണശേഷികൾ. HALന്റെ തദ്ദേശീയ ഉൽപ്പാദനം. സർക്കാർ പിന്തുണയും തന്ത്രപരമായ കരാറുകളും. ദീർഘകാല വീക്ഷണം. 5 ലക്ഷം കോടിയുടെ വളർച്ചാ സാധ്യത. HAL 8 വർഷം വർദ്ധിച്ചുവരുന്ന DFI വഴി നയിക്കപ്പെടുന്നു കയറ്റുമതി സാധ്യത. പ്രീമിയം മൂല്യനിർണ്ണയം. ഈ വളർച്ചാ സാധ്യതകൾക്കൊപ്പം HAL ശക്തമായ സാമ്പത്തിക പ്രകടനം നൽകുമെന്നും ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു മൂല്യവത്തായ നിലനിൽക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. 2025 HALനെ ആകർഷകമായ നിക്ഷേപ ഓപ്ഷൻ ആക്കി മാറ്റുന്നു. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ പൊതുമേഖലാ എയ്റോസ്പേസ് ഡിഫൻസ് ഇലക്ട്രോണിക്സ് കമ്പനിയാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. ഇത് പ്രാഥമികമായി ഗ്രൗണ്ട് എയ്റോസ്പേസ് ആപ്ലിക്കേഷനുകൾക്കായി വിപുലമായ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭരണത്തിന് കീഴിലുള്ള 16 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാണ് BEL. ഇതിന് ഇന്ത്യ ഗവൺമെന്റ് നവരത്ന പദവി നൽകിയിട്ടുണ്ട്.
Technical performance. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 51.14%. FII 17.27%. DII 20.22%. പബ്ലിക് 11.37%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 3943. ഏണിംഗ് പെർ ഷെയർ 5.45. റേഷ്യോസ് 24.4. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ശക്തമായ ഒരു ഓർഡർ ബുക്കും പ്രതിരോധ ഇലക്ട്രോണിക്സ് മേഖലയിൽ തുടർച്ചയായ വളർച്ചയും പ്രകടമാക്കി. 2024 ഒക്ടോബർ വരെ BELന്റെ മൊത്തം ഓർഡർ ബുക്ക് 74,595 കോടിയാണ്. 2025 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 7,500 കോടി രൂപയുടെ പുതിയ ഓർഡറുകൾ ലഭിച്ചു. റഡാർ വാണിംഗ് റിസീവറുകൾ, ലേസർ റേഞ്ച് ഫൈൻഡറുകൾ, നൈറ്റ് വിഷൻ ഉപകരണങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വൈവിധ്യമാർന്ന പോർട്ട്ഫോളിയോയുടെ പിന്തുണയോടെ 25,000 കോടി രൂപയുടെ വാർഷിക വരുമാന മാർഗനിർദ്ദേശം 2025 കൈവരിക്കാൻ കഴിയുമെന്ന് കമ്പനിയുടെ മാനേജ്മെന്റ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. 60% വിപണി വിഹിതമുള്ള പ്രതിരോധ ഇലക്ട്രോണിക്സ് വിപണിയിലെ ഒരു പ്രധാന സ്റ്റോക്ക് എന്ന നിലയിൽ BELന്റെ തന്ത്രപരമായ സ്ഥാനമതിന്റെ ദീർഘകാല വളർച്ചാ സാധ്യതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. 2025 ക്വാർട്ടർ ടു സാമ്പത്തിക പ്രകടനം. 2025 സാമ്പത്തിക വർഷത്തിലെ ഏകീകൃത വരുമാനത്തിൽ 35.2% വാർഷിക വർധനവ് BEL റിപ്പോർട്ട് ചെയ്തു, മൊത്തം 1,450 കോടി. ഈ വളർച്ച കമ്പനിയുടെ പ്രതിരോധ പദ്ധതികളിലെ ശക്തമായ നിർവഹണത്തെ പ്രതിഫലിപ്പിക്കുന്നു. മൊത്തം ചെലവുകൾ 6.7% വർദ്ധിച്ച് 3,299 കോടി രൂപയിലെത്തി. ഇത് ഉൽപ്പാദനവും പ്രവർത്തന ചെലവും വർദ്ധിച്ചതിനെ പ്രതിഫലിപ്പിക്കുന്നു. എന്നാൽ കമ്പനിയുടെ വരുമാന വളർച്ചയാൽ ഇവയെ മറികടക്കാൻ സാധിച്ചു. സ്റ്റോക്ക് പ്രകടനം. BELന്റെ സ്റ്റോക്ക് കഴിഞ്ഞ വർഷം 62% പോസിറ്റീവ് റിട്ടേണുകൾ പ്രകടമാക്കി. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 5% നെഗറ്റീവ് റിട്ടേണുകൾ. 2024 കണക്കനുസരിച്ച് BEL ഓഹരികൾ വർഷാവർഷം 59.3% പോസിറ്റീവ് റിട്ടേൺ നൽകി. BELൽ ഇന്ത്യൻ ഗവൺമെന്റിന് ഗണ്യമായ 51.14% ഓഹരിയുണ്ട്. ഇത് സ്ഥിരത പ്രദാനം ചെയ്യുകയും കമ്പനിയെ ദേശീയ പ്രതിരോധ മുൻഗണനകളുമായി വിന്യസിക്കുകയും ചെയ്യുന്നു. പ്രതിരോധ ഇലക്ട്രോണിക്സ് സൊല്യൂഷനുകൾക്കായുള്ള ശക്തമായ ഡിമാൻഡ് മൂലം സ്ഥിരതയാർന്ന വരുമാനവും ലാഭവളർച്ചയും കൊണ്ട് BEL ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഒരു പ്രധാന സ്റ്റോക്കായി തുടരുന്നു. പോസിറ്റീവ് സ്റ്റോക്ക് റിട്ടേണുകളും സാമ്പത്തിക പ്രകടനവും ഇന്ത്യയിൽ വളരുന്ന പ്രതിരോധ മേഖലയിൽ നിക്ഷേപകർക്ക് 2025 BELനെ ആകർഷകമായ നിക്ഷേപ ഓപ്ഷൻ ആക്കി മാറ്റുന്നു. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഡാറ്റ പാറ്റേൺസ് ഇന്ത്യ ലിമിറ്റഡ്. ഡാറ്റ പാറ്റേൺസ് ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യയിലെ പ്രതിരോധ എയ്റോസ്പേസ് ഇലക്ട്രോണിക്സ് മേഖലയിൽ അതിവേഗം വളരുന്ന കമ്പനികളിലൊന്നാണ്. തദ്ദേശീയമായി വികസിപ്പിച്ച പ്രതിരോധ ഉൽപ്പന്ന വ്യവസായത്തെ പരിപാലിക്കുന്ന ലംബമായി സംയോജിത പ്രതിരോധ എയ്റോസ്പേസ് ഇലക്ട്രോണിക്സ് സൊല്യൂഷൻ ദാതാക്കളിൽ ഒന്നാണിത്. ഇന്നൊവേഷനും ഡിസൈൻ, ഡെവലപ്മെന്റ് ശ്രമങ്ങളും നയിക്കുന്ന ഇൻഹൌസ് ഡെവലപ്മെന്റിലും നിർമ്മാണ സൗകര്യങ്ങളിലും ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 35 വർഷത്തിലേറെയായി ഇത് ബിസിനസ്സിലാണ്. LCA തേജസ്, ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ, ബ്രഹ്മോസ് മിസൈൽ എന്നിവയ്ക്കുള്ള ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ബഹിരാകാശം, വായു, കര, കടൽ എന്നിങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലേക്കും ഇത് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. Technical performance. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 42.41%. FII 14.39%. DII 8.72%. പബ്ലിക് 34.47%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 181. ഏണിംഗ് പെർ ഷെയർ 32.45. റേഷ്യോസ് 13.72. ഡാറ്റ പാറ്റേൺസ് ബുള്ളിഷ് പ്രവണതയിലേക്ക് നിരവധി ഘടകങ്ങൾ സംഭാവന ചെയ്യുന്നു. പോസിറ്റീവ് മാർക്കറ്റ് സെന്റിമെന്റ്.
ഇന്ത്യയിലെ പ്രതിരോധ ചെലവിലെ വർധനവിനെക്കുറിച്ചുള്ള സമീപകാല വാർത്തകൾക്ക് ശേഷം ഡാറ്റ പാറ്റേണുകൾ ഉൾപ്പെടെയുള്ള പ്രതിരോധ ഓഹരികളിൽ നിക്ഷേപകരുടെ വിശ്വാസം ഉയർന്നു. ശക്തമായ വരുമാന സാധ്യത. ദീർഘകാല ലാഭക്ഷമതയ്ക്കായി കമ്പനിയെ നിലനിർത്തുന്ന വരാനിരിക്കുന്ന കരാറുകളെയും പ്രോജക്റ്റുകളെയും അടിസ്ഥാനമാക്കിയുള്ള ശക്തമായ വരുമാന വളർച്ചയാണ് അനലിസ്റ്റുകൾ പ്രവചിക്കുന്നത്. സാങ്കേതിക സൂചകങ്ങൾ. സ്റ്റോക്ക് നിലവിൽ അതിന്റെ 50 ദിവസത്തെയും 200 ദിവസത്തെയും മൂവിംഗ് അവറേജിന് മുകളിലാണ് വ്യാപാരം ചെയ്യുന്നത്. ഇത് ശക്തമായ ബുള്ളിഷ് പ്രവണതയെ സൂചിപ്പിക്കുന്നു. സപ്പോർട്ട് ലെവൽ ഏകദേശം 2471 ആണ്. പ്രതിരോധ നില 2592 ആണ്. സ്റ്റോക്ക് റെസിസ്റ്റൻസ് ലെവലിന് മുകളിൽ ആക്കം നിലനിർത്തുകയാണെങ്കിൽ വരും ആഴ്ചകളിൽ 2985 രൂപ വരെ ഉയരുമെന്ന് പ്രതീക്ഷിക്കാം. കമ്പനിയുടെ EPS 33.08 ആണ്. ഇത് ശക്തമായ ലാഭം പ്രതിഫലിപ്പിക്കുന്നു. നിലവിലെ PE അനുപാതം 76.84 എന്നത് നിക്ഷേപകരിൽ നിന്നുള്ള ഉയർന്ന വളർച്ചാ പ്രതീക്ഷകളെ സൂചിപ്പിക്കുന്നു. ഇത് ശക്തമായ വിപണി വീക്ഷണം നൽകിയാൽ ന്യായീകരിക്കാവുന്നതാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഡാറ്റ പാറ്റേണുകളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അതിന്റെ ഭാവി വളർച്ചാ സാധ്യതകളിലുള്ള ശക്തമായ നിക്ഷേപ താൽപ്പര്യത്തെയും ആത്മവിശ്വാസത്തെയും സൂചിപ്പിക്കുന്നു. സമീപകാല ട്രേഡിംഗ് പ്രവർത്തനം. വിലയിൽ ചില പിൻവലിക്കലുകൾ ഉണ്ടായിരുന്നിട്ടും ഈ സ്റ്റോക്ക് സമീപകാല ട്രേഡിംഗ് സെഷനുകളിൽ മൊത്തത്തിലുള്ള ഒരു ട്രെൻഡ് കാണിക്കുന്നു. ട്രേഡിംഗ് വോളിയം. സ്റ്റോക്ക് 2,10,000 ഓഹരികളിൽ കൂടുതൽ ട്രേഡിംഗ് വോളിയം കണ്ടു. ഇത് ശക്തമായ നിക്ഷേപ താൽപ്പര്യത്തെ സൂചിപ്പിക്കുന്നു. വരുമാനത്തിലും ലാഭത്തിലും ശ്രദ്ധേയമായ വളർച്ചയോടെ ഡാറ്റ പാറ്റേണുകൾക്കായുള്ള ക്വാർട്ടർ ടു ഫലങ്ങൾ ശക്തമാണ്. 18% വരുമാനം CAGR പ്രവചിക്കുന്നു. എബിറ്റഡ പാറ്റ് പ്രൊജക്ഷനുകളും അടുത്ത കുറച്ച് വർഷങ്ങളിൽ 20% CAGR-ൽ ഗണ്യമായ വളർച്ച കാണിക്കുന്നു. ഇത് പ്രതിരോധ കരാറുകളും എയ്റോസ്പേസ്, പ്രതിരോധ സാങ്കേതികവിദ്യകളിലെ നൂതനകളും വഴി നയിക്കപ്പെടുന്നു. ഇന്ത്യയുടെ എയ്റോസ്പേസ്, പ്രതിരോധ മേഖലകളിലെ വളർച്ച മുതലെടുക്കാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് ഡാറ്റ പാറ്റേൺസ് ആകർഷകമായ അവസരമാണ് നൽകുന്നത്. അതിന്റെ ശക്തമായ സമീപകാല പ്രകടനം, പോസിറ്റീവ് മാർക്കറ്റ് വികാരം, ആരോഗ്യകരമായ വളർച്ചാ പ്രവചനങ്ങൾ എന്നിവ ഇതിനെ നിർബന്ധിത സ്റ്റോക്കാക്കി മാറ്റുന്നു. എന്നിരുന്നാലും സാധ്യതയുള്ള നിക്ഷേപകർ വിശാലമായ വിപണി സാഹചര്യങ്ങളും പ്രതിരോധ വ്യവസായത്തിലെ പ്രത്യേക സംഭവവികാസങ്ങളും നിരീക്ഷിക്കണം, കാരണം ഈ ഘടകങ്ങൾ സ്റ്റോക്കിന്റെ പ്രകടനത്തെ സ്വാധീനിക്കുന്നത് തുടരും. 2025 ഈ സ്റ്റോക്ക് ആകർഷകമായ നിക്ഷേപ ഓപ്ഷൻ ആക്കി മാറ്റുന്നു. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൺക്ലൂഷൻ. 2025 ഇന്ത്യയുടെ പ്രതിരോധ മേഖല ഗണ്യമായ വളർച്ചയ്ക്കായി സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് HAL, BEL, ഡാറ്റ പാറ്റേണുകൾ തുടങ്ങിയ പ്രധാന സ്റ്റോക്കുകൾ പ്രയോജനകരമാണ്. ശക്തമായ സർക്കാർ കരാറുകളുടെ പിന്തുണയോടെ എയ്റോസ്പേസ്, പ്രതിരോധ ഉൽപ്പാദനം എന്നിവയിലെ വൈദഗ്ധ്യത്തോടെ ദീർഘകാല വളർച്ചയ്ക്ക് HAL തയ്യാറാണ്. പ്രതിരോധ ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ ശക്തമായ ഓർഡർ ബുക്കും വാഗ്ദാനമായ വളർച്ചാ സാധ്യതകളുമായി പ്രതിരോധ ഇലക്ട്രോണിക്സിൽ BEL മുന്നിൽ തുടരുന്നു. പ്രതിരോധ ഇലക്ട്രോണിക്സ് മേഖലയിൽ, പ്രത്യേകിച്ച് റഡാർ, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ, വരുമാന വളർച്ചാ പ്രവചനങ്ങൾ എന്നിവയിൽ ഡാറ്റ പാറ്റേണുകൾ വേറിട്ടു നിൽക്കുന്നു. ഈ 3 കമ്പനികളും ഗവൺമെന്റിന്റെ പ്രതിരോധ നവീകരണ സംരംഭങ്ങൾ മുതലെടുക്കാൻ മികച്ച സ്ഥാനത്താണ്. ഈ സ്റ്റോക്കുകൾ ദീർഘകാല വളർച്ചയ്ക്ക് ശക്തമായ നിക്ഷേപ ഓപ്ഷനുകളാക്കി മാറ്റുന്നു. Thank you.